നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിനു പിന്നാലെ ഉയരുന്ന അധിക്ഷേപങ്ങൾക്ക് മറുപടിയുമായി നടി റിനി ആൻ ജോർജ്. തനിക്കെതിരെ ഉയരുന്ന പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ മറുപടിയാണ് റിനി നൽകിയത്. താൻ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം തന്നെയെന്നാണ് റിനി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒരു പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പോലുള്ള പാവനമായ ചടങ്ങിൽ ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ട് കൂവി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും രക്തം തിളയ്ക്കാത്ത പലർക്കും രേവന്ത് റെഡ്ഡിയുമായി ഒരു ഫോട്ടോ എടുത്തെന്ന് കണ്ടപ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഇങ്ങനെ തന്നെയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ. എന്നെ അവതാരം എന്ന് വിളിച്ച് കളിയാക്കിയവർക്കായി അതെ, ഞാൻ അവതാരം തന്നെയാണ്, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം എന്നാണ് റിനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതേസമയം റിനി ആൻ ജോർജ് VIP ആയി UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ. ഈ അവതാരത്തെ കരുതിയിരിക്കുക എന്ന തരത്തിൽ തീർത്തും അവഹേളിക്കുന്ന തരത്തിലാണ് വിജിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. റിനിയുടെ ഫോട്ടോയും കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. UDF MLA-മാർക്ക് പോലും കിട്ടാത്ത പരിഗണന ഇവർക്ക് കിട്ടി. ജ്യോതി വിജയകുമാറിനെ പോലുള്ളവരെ തടഞ്ഞ പോലീസ് ഇവരെ വേദി വരെ കടത്തിവിട്ടു. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അറിഞ്ഞ് ഇത് ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും വിജിൽ മോഹനൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളെ, ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളും നമ്മുടെ സഹപ്രവർത്തകരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഒരുപാട് സമരങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഫലമായുള്ള സന്തോഷ നിമിഷമായിരുന്നു അത്. നമ്മുടെ എത്ര സഹപ്രവർത്തകരാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് തെരുവിൽ കിടന്നത്? എത്ര സഹപ്രവർത്തകരാണ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്? അതിൽ മഹിളാ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ ഉൾപ്പെടെ ഇന്നലെ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തി. പന്തൽ 25,000 പേരെ ഉൾക്കൊള്ളാൻ മാത്രം ശേഷിയുള്ളതായിരുന്നുവെങ്കിലും 2.5 ലക്ഷം ആളുകളാണ് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവിടെ വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു അകത്തു കയറാൻ സാധിക്കില്ലെന്ന്. കയറാൻ കഴിയാതെ ഒരുപാട് സഹപ്രവർത്തകർ പുറത്തുനിന്നു. നമുക്കാർക്കും പരാതിയില്ല. കാരണം നമുക്കവിടെ ഒന്ന് എത്തിയാൽ മതി. നമ്മുടെ മനസ്സിൽ കണ്ടോളാം ശ്രീ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത്രയധികം നമ്മൾ കാണാൻ കാത്തിരുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ പല സഹപ്രവർത്തകർക്കും ഒന്നാം പന്തലിരിപ്പിടത്തിലേക്ക് പോലും എത്താനോ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയാതിരുന്നപ്പോൾ എങ്ങനെയാണ് VIP പാസ് നേടി റിനി ആൻ ജോർജിനെ പോലെ ഈ പാർട്ടിക്കെതിരെ സംസാരിക്കുകയും പാർട്ടിക്ക് ഇത്രമാത്രം പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്ത ഒരാൾ അകത്ത് കയറിക്കൂടിയത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും നടന്ന ജ്യോതി വിജയകുമാറിനെ പോലെയുള്ള ആളെ പോലീസ് തടയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ റിനി ആൻ ജോർജിനെ ആരും തടഞ്ഞില്ല. അവർ വേദിയിൽ വരെ എത്തി. അതീവ സുരക്ഷയുള്ള തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തു. വിജയിച്ചു വന്ന UDF-ന്റെ MLA-മാരിൽ പലർക്കും പോലും ഇന്നലെ ആ വേദിയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അറിഞ്ഞു ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും ഓഫീസിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഒപ്പിച്ച പാസ്സായിരിക്കണം അത്. ആ ആളിനോടും ആ ആളുകൾക്ക് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം. ഇത്തരം ആളുകൾ ഓഫീസുകളിലേക്ക് കടന്നു കയറിയതിന്റെ ഫലം കോൺഗ്രസ് നന്നായി അറിഞ്ഞതാണ്. സ്വപ്നയും സരിതയും കയറിയതിന്റെ ഫലം 2 മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചതും നമുക്കറിയാം. നീതിമാനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ മറന്നിട്ടില്ല. ഇത്തരം അവതാരങ്ങൾ അധികാരത്തിലുള്ളപ്പോഴെല്ലാം വരും. ഇവരെ പോലുള്ള ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസിലെ ജീവനക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ സർക്കാർ.